പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മെ സ്നേഹിക്കണമെന്നും അംഗീകരിക്കണമെന്നും അതുപോലെ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്നും നമ്മെ സഹായിക്കണമെന്നും നമ്മെ അംഗീകരിക്കണമെന്നും നമ്മെ പ്രോത്സാഹിപ്പിക്കണമെന്നും നാം അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം എപ്രകാരമാണ്? നമ്മുടെ സംസാര രീതി എപ്രകാരമാണ്? നാം മറ്റുള്ളവരെ അംഗീകരിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിലും നന്മയിലും ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം ആത്മശോധന ചെയ്യേണ്ടതാണ്. തിരുവചനം പറയുന്നത് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കണം എന്നാണ്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർത്തിക്കളയുന്നത് നമ്മുടെ സ്വാർത്ഥതയും അസൂയയും അതുപോലെ അഹങ്കാരവും എല്ലാമാണ്. അതുപോലെ തന്നെ നമ്മെ സ്വാധീനിക്കുന്നതാണ് ധനമോഹവും സ്വാർത്ഥതയും കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അവരുമായി നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുവാനോ സമയം പങ്കുവയ്ക്കുവാനോ കഴിവുകൾ പങ്കുവയ്ക്കുവാനോ നാം പരിശ്രമിക്കുന്നില്ല. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടുകളും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ നാം എപ്പോഴും ചിന്തിക്കുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് നേട്ടം അതുകൊണ്ട് എനിക്കുണ്ടാകുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വാർത്ഥതയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്ത് നേട്ടമുണ്ട്, നമുക്കതുകൊണ്ട് ലാഭമുണ്ടോ എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടമുണ്ടാകില്ലേ, അല്ലെങ്കിൽ നമ്മുടെ സമയവും കഴിവുകളും എന്തിനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. അപ്പോൾ തിരുവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാനും അവരുടെ ഉന്നമനത്തിൽ അല്ലെങ്കിൽ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ അംഗീകരിക്കുവാനും വേണ്ട നന്മകൾ ചെയ്യുവാനുമെല്ലാമാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ധനമോഹം കൂടുമ്പോൾ ലോകമോഹങ്ങളോടുള്ള ആഗ്രഹം കൂടി വരും. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. അസൂയയും വിദ്വേഷവും നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ കാരണമാകും. സ്വാർത്ഥത കൂടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനോ അവരെ സഹായിക്കുവാനോ നാം പരിശ്രമിക്കുക ഇല്ല. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി മാറും. നിസ്വാർത്ഥരായും നിഷ്കളങ്കരായും ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുമ്പോഴാണ് നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.